ഹായ് ഫ്രണ്ട്സ്, ഏതോ ജന്മകൽപ്പനയുടെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രമീള വാങ്ങിച്ച ഗിഫ്റ്റൊക്കെ പ്രീതിയോട് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് പറയണേ. ഇതാ അച്ഛ, എന്താ ഇത്? നിങ്ങൾ ഞങ്ങൾക്കും സമ്മാനമൊക്കെ കരുതിയിരുന്നോ? അത് പിന്നെ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന വിധം നിങ്ങൾക്കും സമ്മാനം തരണ്ടേ? ഇതാ മോളെ, അമ്മയ്ക്ക് കൊടുക്ക്. ഇതാ അമ്മേ. മനോരമയാണെങ്കിൽ അപ്പം തന്നെ അത് തുറന്നു നോക്കുന്നുമുണ്ട്. പക്ഷെ എൻ്റെ മൈ ഗോഡ്, ഇതൊക്കെ സ്വർണ്ണാണോ അതോ കാറ്റടിച്ചാൽ പറന്നു പോകുന്ന ഡോറിനെ പോലെ റോഡ് ഗോൾഡ് ആണോ എന്ന് പറഞ്ഞിട്ട് കയ്യിൽ വെച്ച് തൂക്കി നോക്കിയിട്ട് 5 പവനൊക്കെ വരുമായിരിക്കല്ലേ എന്ന് പറഞ്ഞു കേട്ടതും നമ്മുടെ അമ്മായി അങ്ങ് ചൂടാവട്ടോ. 5 പവന്റെ സ്വർണ്ണമാലയൊക്കെ തരാൻ ഈ വീട്ടിലെ സാഹചര്യം ഇല്ലാന്ന് അറിഞ്ഞിട്ടല്ലേ ആകാശിന്റെ അമ്മ ഇങ്ങോട്ട് വന്നത്. അത് പിന്നെ ഞങ്ങൾക്കറിയാലോ, സായിറാം കുടുംബത്തിന്റെ അത്രയും തുല്യത ഈ കുടുംബത്തിന് വരില്ലെന്ന്. പിന്നെ ഞങ്ങൾക്ക് തീരെ പൊങ്ങച്ചോ അഹങ്കാരം ഇല്ല എന്നതും നിങ്ങൾക്കറിയാലോ എന്ന് ചോദിക്കാട്ടോ അമ്മായിയോട്. തുടർന്ന് നമ്മുടെ അശ്വിനാണെങ്കിൽ ശ്രുതിയോട് ഇങ്ങനെ ചോദിക്കുക, അല്ല ഈ മത്സരത്തിൽ തോറ്റ നീ എനിക്കെന്ത് തരും എന്ന് ചോദിച്ചിട്ട് അങ്ങോട്ട് തിരിയാണേ. വീണ്ടും അശ്വിൻ അത് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കാട്ടോ. ആ സമയത്ത് അതിന് ഞാൻ തോറ്റെങ്കിലല്ലേ, ഞാൻ തോൽക്കില്ലെന്ന് നല്ല ആത്മവിശ്വാസമുണ്ട്. ഇനിയിപ്പോൾ അഥവാ തോൽക്കുകയാണെങ്കിൽ നിങ്ങൾ പറയുന്നത് എന്തും ഞാൻ അനുസരിച്ചോളാന്ന് പറയാട്ടോ. ശ്രുതി, എന്തും ഇതിന് നീ പിന്നീട് ഒരിക്കൽ പശ്ചാത്തപിക്കേണ്ടി വരും. അതിനുള്ള അവസരമൊന്നും ഞാൻ തരില്ല സർ. ദെൻ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അശ്വിൻ അങ്ങ് പോകുമ്പോൾ, അല്ല ഞാൻ നിങ്ങൾക്ക് വാക്ക് തന്നതുപോലെ നീ അഥവാ അശ്വിൻ സായിറാമാണ് മത്സരത്തിൽ തോൽക്കുന്നതെങ്കിൽ എനിക്കെന്ത് തരും എന്ന് ചോദിക്കാട്ടോ ശ്രുതി തിരിച്ച്. ഈ അശ്വിൻ സായിറാം ഒരിക്കലും തോൽക്കാറില്ല, ഇനി അഥവാ തോൽക്കാനും ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ശ്രുതി മറിച്ച് ഒന്ന് പറയുന്നുണ്ട്, അല്ല നിങ്ങൾ കുറച്ച് നേരത്തെ എന്റെ മുൻപിൽ ജയിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ, അതുപോലെ ഞാനൊന്ന് പറഞ്ഞോട്ടെ. നിങ്ങൾ എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടിട്ട് എന്തായി? പിന്നീടൊരിക്കൽ അവിടെ തന്നെ എനിക്ക് ജോലി തരേണ്ടി വന്നില്ലേ? അതൊരു തോൽവിയല്ലേ സർ എന്ന് ചോദിക്കുമ്പോൾ ദേഷ്യം പിടിക്കട്ടോ നമ്മുടെ അശ്വിന്. ശരി, ഇനി ഈ മത്സരത്തിൽ തോറ്റാൽ ഞാനും നീ പറയുന്നത് എന്തും അനുസരിച്ചോളാം. ഉറപ്പാണോ? ഈ അശ്വിൻ സായിറാമിന് ഒരു വാക്കേ ഉള്ളൂ, അത് ഞാൻ പാലിച്ചിരിക്കും എന്ന് പറഞ്ഞിട്ട് അശ്വിൻ അങ്ങ് പോവാട്ടോ. അതിനുശേഷം നമ്മുടെ പ്രീതി എല്ലാവർക്കും ഇങ്ങനെ സമ്മാനം കൊടുക്കുകയാണേ. മുത്തശ്ശിക്ക് കൊടുക്കുമ്പോൾ, ഓ എനിക്കും ഉണ്ടോ സമ്മാനം? ഞാൻ തന്നെ എംബ്രോയിഡറി ചെയ്ത സെറ്റ് സാരിയാണ്, പാലക്കാടൻ സെറ്റ് സാരി. മുത്തശ്ശിക്ക് അത് നന്നായിട്ട് ഇണങ്ങുമെന്ന് പറയട്ടോ അമ്മായി. അതിലെന്താ സംശയം? പിന്നീട് ശ്യാമിന് കൊടുക്കുന്നുണ്ട്, അഞ്ജലിക്ക് കൊടുക്കുന്നുണ്ട്. അഞ്ജലി അപ്പൊ തന്നെ തുറന്നു നോക്കുമ്പോൾ ഇതൊരു വെള്ളി താലാണേ. അത് കാണുമ്പോൾ എൻ്റെ മൈ ഗോഡ്, ഇതെന്താ ചോറിനുള്ള പ്ലേറ്റോ? അത് അഞ്ജലി മാഡത്തിന് പൂജയ്ക്കുള്ള വെള്ളി താല എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നണില്ല, അത് വെറും പൂശായിരിക്കുന്നേ എന്ന് പറയട്ടെ മനോരമ. അല്ല അഞ്ജലി ബേബി, ഞാനിതെവിടെയോ കണ്ടിട്ടുണ്ട്. എവിടെയായിരുന്നു എന്നാലോചിച്ചിട്ട്, നമ്മുടെ രാമേട്ടനില്ലേ, അയാൾ ഭക്ഷണം കഴിക്കുന്ന പ്ലേറ്റ് ഇതുപോലെ ഇരിക്കും എന്ന് പറഞ്ഞിങ്ങനെ ചിരിക്കുമ്പോൾ അത് അവർക്ക് ഇൻസൾട്ടായിട്ട് തോന്നുന്നത് ആകാശ് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ ആകാശ് ചോദിക്കുന്നുണ്ട്, അഞ്ജലി ചേച്ചി ഇനി മുതൽ പൂജ നടത്തുന്ന ഈ കാലത്തിലായിരിക്കും അല്ലേ? അതെ, എനിക്ക് വളരെ ഇഷ്ടമായി എന്ന് പറയുമ്പോൾ ശ്യാം പറയുന്നുണ്ട്, അഞ്ജലി ആരതി ഉഴുന്നത് പോലും കാലത്തിലായിരിക്കും. ഇത് നല്ല ക്വാളിറ്റി ആണല്ലോ അല്ലേ ഏട്ടാ എന്ന് പറയുമ്പോൾ അശ്വിൻ വാങ്ങി നോക്കുന്നുണ്ട്. ഇത് നല്ല ക്വാളിറ്റി ആകാശ്, ഇതിൽ ക്വാളിറ്റി മാർക്കും ഉണ്ടല്ലോ എന്ന് പറയാട്ടോ. കേൾക്കുമ്പോൾ നമ്മുടെ മനോരമ അങ്ങ് ചമ്മി പോവാണേ. അപ്പോഴാണ് നമ്മുടെ ശ്രുതി ചായയുമായിട്ട് അങ്ങോട്ടേക്ക് വരുന്നത്. എല്ലാവർക്കും ചായ കൊടുത്തു കഴിയുമ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, അല്ല ശ്രുതി നീ എവിടെയായിരുന്നു? ഞാൻ അടുക്കളയിലുണ്ടായിരുന്നു മുത്തശ്ശി. അല്ല ശ്രുതി, ഡാൻസ് പ്രാക്ടീസ് ഒക്കെ നടക്കുന്നുണ്ടോ? നമുക്ക് സംഗീതം അടിച്ചു പൊളിക്കണം എന്ന് പറയാട്ടോ മോഹനങ്കിൾ. അങ്കിൾ, സംഗീതേ ഒരു മാമാങ്കം പോലെ കൊഴുപ്പിക്കണം കേട്ടോ. അതൊരു മാമാങ്കം പോലെ തന്നെ കൊഴുക്കും എന്ന് പറയട്ടോ ശ്രുതി. കേൾക്കുന്ന അശ്വിൻ, അത് കൊഴുപ്പിച്ച മാത്രം പോരാ, അത് നന്നായിട്ട് കൊഴുപ്പിച്ച് അടിച്ച് പൊളിക്കണം. പിന്നെ വാക്ക് പറഞ്ഞവരൊക്കെ പാലിക്കുകയും വേണം എന്ന് പറഞ്ഞിട്ട് അവിടെ അശ്വിൻ ശ്രുതിയെ ഒരു നോട്ടം ഉണ്ട് കേട്ടോ. അശ്വിൻ പോയി കഴിയുമ്പോൾ കാണാം സാറേ, കാണാം എന്ന് പറയട്ടോ ശ്രുതി. അതിനുശേഷം റൂമിലിരുന്ന് നമ്മുടെ പ്രീതി അവർ കൊണ്ടുവന്ന ആ സമ്മാനമൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണേ. അപ്പോൾ നമ്മുടെ ശ്രുതി ആണെങ്കിൽ അങ്ങോട്ടേക്ക് വന്നിട്ട്, ഹായ്, ഭർത്താവ് തന്ന സമ്മാനം അടിപൊളിയാണല്ലോ, ഇത് ആരുടെ സെലക്ഷൻ ആയിരിക്കും ചേച്ചി? ആകാശ് സാറിൻ്റെയോ അഞ്ജലി മാഡത്തിൻ്റെയോ? അറിയില്ല ശ്രുതി, ഇനി അഥവാ മരുമോൾക്ക് വേണ്ടിയിട്ട് അമ്മായിയമ്മ സെലക്ട് ചെയ്തതായിരിക്കോ? അത്രയ്ക്കുള്ള സെൻസ് ഒന്നും അവർക്കുണ്ടാവില്ല എന്ന് പറയട്ടെ പ്രീതി. ഇതിന് നല്ല വിലയായി കാണുമല്ലേ ശ്രുതി? അതിനെന്താ സംശയം ചേച്ചി, നല്ല വിലയായി കാണും. ഇതെങ്ങാനും അമ്മായിയമ്മ അറിഞ്ഞാൽ, എൻ്റെ മൈ ഗോഡ്, അവൾക്ക് എന്തിനാ ഇത്രയും വിലയുടെ സാരി, അവൾക്ക് അതിനുള്ള യോഗ്യതയുണ്ടോ എന്നൊക്കെ ചോദിക്കും എന്ന് പറയുമ്പോൾ പ്രീതിയുടെ മൈൻഡ് അങ്ങ് മാറുകയാണേ. എന്താ ഞാൻ പറഞ്ഞത് കേട്ടപ്പോൾ ചേച്ചിക്ക് വിഷമായോ? അല്ല ശ്രുതി, നീ തമാശയ്ക്ക് പറഞ്ഞതാണെങ്കിലും നീ പറഞ്ഞതിലെ കാര്യമുണ്ട്. അവർ ഇത്രയും വിലപിടിപ്പുള്ള സമ്മാനം നമ്മൾക്ക് തരുമ്പോൾ നമ്മൾ അവർക്ക് നൽകിയത് കുറഞ്ഞു പോയോ? എൻ്റെ ചേച്ചി ഒന്നും മിണ്ടാതിരിക്ക്, നമുക്ക് കഴിയുന്ന പോലെ അവർക്ക് കൊടുത്തല്ലോ. പിന്നെ അമ്മായിയമ്മയുടെ കാര്യം,
അവരോട് മിണ്ടാതെ പോവാൻ പറ. അവർക്ക് സ്വർഗത്തുനിന്ന് അമൃതകുംഭം വരെ കൊണ്ടുവന്ന് കൊടുത്താൽ അതിൽ കുറ്റം കാണുന്ന പാർട്ടിയാണ് ചേച്ചി. എന്നാലും ആ ആൻറ്റിയുടെ നിലപാട് ഇങ്ങനെയായാൽ എന്ന് പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, എൻ്റെ ചേച്ചി അവരുടെ കൊമ്പും പത്തിയും കല്യാണം വരെയുള്ളൂ, അത് കഴിഞ്ഞാൽ അതൊന്നും കാണില്ലെന്നേ. ഇനി അവരെങ്ങാനും നമ്മളെ താഴ്ത്തി കെട്ടാൻ വന്നാൽ ചേച്ചി ഒട്ടും വിട്ടുകൊടുക്കണ്ട. ചേച്ചി നന്നായിട്ട് പ്രതികരിച്ചോണം. നമുക്കേ കാശ് മാത്രമേ കുറവുള്ളൂ, അഭിമാനം ഒട്ടും കുറവില്ലെന്ന് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കണം എന്ന് പറയുമ്പോൾ, പിന്നെ ചേച്ചി ആകാശ് സാറും അഞ്ജലി മാഡം ഒക്കെ നമ്മളെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്ത് കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പ്രീതിയും പറയുന്നുണ്ട്, ഞാനത് ശ്രദ്ധിച്ചു ശ്രുതി. ആകാശ് സാറും അശ്വിൻ സാറും ആ ആൻറ്റി അങ്ങനെ പറഞ്ഞപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്ത് നന്നായിട്ട് സംസാരിച്ചു. ചേച്ചി ആ കടലമിഠായിയുടെ പേര് പറഞ്ഞപ്പോഴാ എനിക്ക് ഓർമ്മ, അയ്യോ നാളത്തെ പ്രാക്ടീസ്, ചേച്ചി നാളത്തെ ഡാൻസ് അടിപൊളിയാക്കണേ. ചേച്ചി ഒരു തരത്തിലും വിട്ടുകൊടുക്കരുതേ. ഈ പെണ്ണിന് എന്താ ശ്രുതി, ഇതൊരു മത്സരമൊന്നുമല്ലല്ലോ. മത്സരമല്ലെന്നോ? എനിക്കൊരു ജീവൻ മരണ പോരാട്ടാ. മത്സരത്തിൽ എങ്ങാനും തോറ്റുപോയാൽ എൻ്റെ കുട്ടികൃഷ്ണ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് പറയട്ടെ ശ്രുതി. തുടർന്ന് നമ്മുടെ ശ്യാമാണെങ്കിൽ അഞ്ജലിയെ കൊടുക്കാനുള്ള കെണിയായിട്ട് വരികയാണ് കേട്ടോ അശ്വിൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ രാമേട്ടൻ തുറന്നു കൊടുത്തിട്ട് പറയുന്നുണ്ട്, മോനിത് എവിടെ പോയതായിരുന്നു? അത് ഞാൻ പുറത്ത് പോയതായിരുന്നു രാമേട്ട. അഞ്ജലി മോളും മുത്തശ്ശിയും ഒക്കെ അന്വേഷിച്ചു, അവരെന്തെടുക്കുന്നു, അവരെല്ലാവരും ഒരുക്കത്തില്ല എന്ന് പറയുമ്പോൾ ശ്യാം അങ്ങ് കയറി പോവാണേ. അതിനുശേഷം മനോരമ വന്ന് പറയുന്നുണ്ട്, ഈ സാരി ആർക്കും ഇഷ്ടമായില്ലേ എൻ്റെ മോഹനേട്ട? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ സാരി ഇവർക്ക് ആർക്കും ഇഷ്ടമായില്ല, അമ്മ എന്നോട് ഒന്നും മിണ്ടാത്ത അതുകൊണ്ടാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ആകാശും അശ്വിനും വരിക കേട്ടോ. അപ്പോൾ ആകാശിനെ കണ്ടിട്ട് നമ്മുടെ അഞ്ജലി പറയുന്നുണ്ട്, ഇപ്പോൾ എൻ്റെ ആകാശ് അനിയനെ നോക്ക്, ഒരു രാജകുമാരനെ പോലെയുണ്ട്. രാജകുമാരനും ഗന്ധർവനൊക്കെ ശരി, കുറച്ച് നേരം കൂടെ കഴിഞ്ഞാൽ ഇവൻ മറ്റൊരുത്തിയുടെ ആവുമല്ലോ എന്ന് ആലോചിച്ചിട്ട് എനിക്ക് അൺസഹിക്കബിൾ എന്നൊക്കെ പറയാട്ടോ മനോരമ. ഇതെന്താ ഈ അമ്മയ്ക്ക് എന്ന് ചോദിക്കാട്ടോ ആകാശ്. എന്നാലും എന്നെ കൂടാതെ വേറൊരു അവകാശം ഇവന് വരികയല്ലേ. ഫ്രം ടുഡേ ഹി ഈസ് 50-50, ദാറ്റ് ഈസ് മൈ പ്രോബ്ലം എന്ന് പറയുമ്പോൾ അപ്പോൾ എല്ലാ അമ്മമാർക്കും മക്കളെ മറ്റൊരാൾക്ക് നൽകാൻ പ്രയാസമുണ്ടല്ലേ. അങ്ങനെ തന്നെയായിരുന്നു ഇവനെ നീ കല്യാണം കഴിക്കുമ്പോൾ എനിക്കുള്ള വേദന. പക്ഷെ ഞാൻ ഇവനെ നിനക്ക് വിട്ടു തരാതിരുന്നോ? അതിന് പറയുന്നുണ്ട്, ഡെലിവറി കഴിഞ്ഞ സ്റ്റൊമക്കിൻ്റെ പെയിൻ ഒരു മദറിന് മാത്രമേ മനസ്സിലാവുള്ളൂ എന്ന് പറയട്ടോ മനോരമ. പിന്നീട് നമ്മുടെ ദുഷ്ടനായ ശ്യാം അടുക്കളയിൽ ചെന്നിട്ട് ഒരു പെട്ടിയിൽ ആ തേഴിനിട്ട് അടയ്ക്കുകയാണേ. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ മുത്തശ്ശി ഇന്നത്തെ സംഗീത് അടിപൊളിയായിട്ട് തന്നെ നടക്കും, പക്ഷെ നാളത്തെ കല്യാണം നടക്കുമെന്ന് നോ ഐഡിയ. അല്ലേലും മരണം നടന്ന വീട്ടിലെങ്ങനെയാ പെട്ടെന്ന് തന്നെ ഒരു സന്തോഷകർമ്മം ഉണ്ടാവുക? എന്നിട്ട് ആ തേഴിനെ നോക്കിയിട്ട് പറയുന്നുണ്ട്, എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ അന്തകനാ നീ, കുറച്ച് നേരം കൂടി റെസ്റ്റ് എടുത്തോ, എന്നിട്ട് ഞാൻ നിൻ്റെ ഡ്യൂട്ടി നിനക്ക് ഏൽപ്പിച്ച് തരാം എന്ന് പറയുമ്പോൾ എനിക്ക് അങ്ങോട്ടേക്ക് വരികയാണേ. അല്ല ബ്രോ, നിങ്ങൾ ഇവിടെ നിൽക്കുമായിരുന്നോ? വന്നേ ചേച്ചി, നിങ്ങൾ അന്വേഷിക്കുന്നുണ്ട് ഒരു ഫാമിലി ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാ? ആ ബ്രോ ഞാൻ വന്നോളാം, നിങ്ങൾ പൊയ്ക്കോ എന്ന് പറയുമ്പോൾ അത് പറ്റില്ല, വന്നേ പറ്റുള്ളൂ, ദേ ആർ വെയിറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ശ്യാമിനെ അങ്ങ് കൂട്ടിക്കൊണ്ടുപോവാണേ. അതിനുശേഷം രാമേട്ടൻ നല്ല ഫോട്ടോ എടുത്തു കൊടുക്കുമ്പോൾ നമ്മുടെ അശ്വിന്റെ മുഖം ദേഷ്യം പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണേ. അപ്പൊ അഞ്ജലി പറയുന്നുണ്ട്, എൻ്റെ കുഞ്ഞാ ഇന്നൊരു സന്തോഷം ആയിട്ടുള്ള ദിവസമല്ലേ, എന്നിട്ട് നീ ഒന്ന് ചിരിക്കും മോനെ എന്ന് പറയുന്ന ഒരു എപ്പിസോഡാണ് കേട്ടോ ഇന്നത്തേത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ.